നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, 64 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പെൻഷൻ അർഹതയുള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ 1600 രൂപ വീതമാണ് ഓരോ മാസവും പെൻഷൻ തുകയായി വിതരണം ചെയ്യുന്നത്. വിധവ പെൻഷൻ, അതുപോലെ തന്നെ വികലാംഗ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു തുക കൈപ്പറ്റുവാൻ വേണ്ടി സാധിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതിയുടെ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൃത്യമായി അതാത് മാസം പെൻഷൻ തുക വിതരണം ചെയ്യാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ ഈ മാസം, അതായത് ഈ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി പെൻഷൻ തുക 1600 രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. ക്ഷേമ പെൻഷൻ മാസ്റ്റർ കൃത്യമായി രേഖപ്പെടുത്തിയ എല്ലാ ആളുകൾക്കും കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യും. ആദ്യം പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും. അത് കഴിഞ്ഞ് 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് പെൻഷൻ തുക കൈമാറുന്ന ആളുകൾക്ക് തുക ലഭിച്ചു തുടങ്ങുക. ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയായിരിക്കും നമുക്കിപ്പോൾ വിതരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 4 മാസത്തെ പെൻഷൻ തുകയും കൂടി കുടിശ്ശികയായിട്ടുണ്ട്. 4 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ തുകയും കൂടി ഈ ഒരു പെൻഷൻ തുകയോടൊപ്പം തന്നെ വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു പെൻഷൻ തുക വിതരണവും അതുപോലുള്ള വിതരണ തീയതിയൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. തരത്തിലുള്ള പെൻഷൻ വിതരണ തീയതിയും മറ്റ് പെൻഷൻ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം.